അല്ല എൻ്റെ ബാഗിൽ പത്തൊമ്പതൊന്നും തോന്നുന്നത് ആക്രിക്കടയാണ് തോന്നുന്നത്. പിന്നെ വീണോട് ഇതാണ് സാധനം കൂടുതലല്ലാണ്, കാരണം ഞാൻ കിട്ടിയതൊക്കെ വലിച്ചായിരുന്നു അതിൻ്റെ അകത്ത്. അങ്ങനെ ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. എൻ്റെ പേര് നീച്ച. ഞാൻ ആദ്യമായിട്ടല്ല വ്ളോഗ് ചെയ്യുന്നത്, ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നതാണ്. അപ്പം മോജി യൂസ് ചെയ്യേണ്ടതിനെ ചുരുക്കം ചിലർക്ക് എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് നിർത്തിയ ആ ടൈമിലാണ് മോജിയിൽ വീഡിയോസൊക്കെ തുടങ്ങിയത്. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ, രണ്ടാമത് വീഡിയോസ് ഇടണമല്ലോ. അപ്പോൾ ഞാൻ വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് സാധനം കിട്ടിയാലും ബാഗിൻ്റെ അകത്ത് ഇടും. പിന്നെ അത് നോക്കാൻ കൂടി വ്യക്തിയല്ല, അതുകൊണ്ട് പിന്നെ ആ ബാഗും കൊണ്ട് അവിടേക്കെങ്കിലും പോകും. ആ ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കും കൂടി അറിഞ്ഞാൽ എൻ്റെ ബാഗിൽ എന്തിട്ടൊക്കെ ഉണ്ടാവുക. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് ബാഗ്. ഇതൊരു കീ ചെയിനാണ്. നിജാന്ന് തന്നെ എഴുതിയിട്ടുള്ള കീ ചെയിനല്ല, മാലയായിരുന്നു. അത് കീ ചെയിൻ ആക്കി എടുത്താൽ ഞാൻ. ഫസ്റ്റ് ഈ കളിയിൽ തന്നെ നോക്കാം. ഒരു ഡയറി ഉണ്ട്, ഒന്നും എഴുതാത്തൊരു ഡയറിയാണ്. പിന്നെ അതിൽ കുറച്ച് പേപ്പറും കളർ പേപ്പറുകളും. പിന്നെ ഒരു ഡയറി. ഇതിൽ എന്തൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ടാവും. പിന്നെ ചെറിയ വൺ വീടുകളും മറ്റോ സാധനങ്ങൾ എഴുതിയുള്ള പരിപാടിയുണ്ട്, അതുണ്ട്. പിന്നെ ഒന്ന് തൃശ്ശൂർ പോയപ്പോൾ വാങ്ങിച്ചൊരു ഡയറി ഉണ്ട്, അതുണ്ട്. 100ൻ്റെ ഒരു ഡയറി ഉണ്ട്. അത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ച ഒരിതാണ്. അത്യാവശ്യം കുറച്ച് മോതിരങ്ങളും, പിന്നെ കുറച്ച് മോതിരമുണ്ട്, ഒരു കൊന്തയൊക്കെ ഉണ്ട്. ഒരു കൂട്ടുകാരി നിന്ന് കൊന്തയുണ്ട്, ചെറിയ ലോക്കറ്റുകൾ. കാരണം ലോക്കറ്റുകളൊക്കെ ഞാൻ സൂക്ഷിച്ച് വയ്ക്കും, മാലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുണ്ട്. എന്തൊക്കെയാണ് ഈ ചെറിയ ബോക്സിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ ആലുവേറ ക്രീമുണ്ട്. വെറുതെ എന്തോ ആവശ്യത്തിന് വേണ്ടി എടുത്ത് വെച്ചേക്കണ്ട, എനിക്ക് ഓർമ്മയില്ല ഇതിനൊന്നും. അതുണ്ട്. പിന്നെ ചെറിയൊരു പെർഫ്യൂമിൻ്റെ ബോട്ടിൽ, ഫോഗിൻ്റെ എന്തോ അത്. പിന്നെ നൂഡിൽസ് തിന്നാൻ വേണ്ടിയിട്ട് ഒരു ചോപ്സ്റ്റിക്ക്. ഇത് വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളൂ ഞാൻ. ഇത് എനിക്ക് തിന്നിട്ടത്ര ശരിയാവുന്നതില്ല ഇതുകൊണ്ട്. കാരണം ഇതൊക്കെ വെറുതെ ഷോക്കിയിട്ട് മാത്രം വാങ്ങിച്ചു വെച്ച സാധനങ്ങൾ ഇതൊക്കെ. മീഷോ നോക്കും, ഇങ്ങനത്തെ എല്ലാമൊക്കെ കണ്ടപ്പോൾ ഓർഡർ ചെയ്യും, വാങ്ങിക്കാൻ പറ്റും. അതിന് വേണ്ടി കാണിച്ചത്. പിന്നെ ഒരു വാച്ച് ഉണ്ട്. ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണ് മാമൻ്റെ കയ്യിൽ, ആ ഒരു വാച്ച്. പിന്നെ കുറച്ച് ആവശ്യമില്ലാത്ത പേപ്പർ കഷ്ണങ്ങൾ. പിന്നെ ഒരു വാച്ച്. ഇതൊക്കെ വർക്ക് ചെയ്യാത്ത വാച്ചുകളാണ്. നേരത്തെ കണ്ട വാച്ച് നാട്ടിൽ എനിക്ക് വർക്ക് ചെയ്യണ്ട. പക്ഷെ കൂടുതലും ഞാൻ ഈ വർക്ക് ചെയ്യാത്ത വാച്ചാണ് ഉപയോഗിക്കാറ്. എനിക്ക് ഈ വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു വാച്ചുണ്ട്. പിന്നെ ഒരു ക്ലിപ്പുണ്ട്, ഒരു ക്ലിപ്പ്. പിന്നെ ഒരു ചെറിയ ക്ലിപ്പ്. അപ്പോൾ ആ സൈഡിലെ കഴിഞ്ഞുണ്ട്. പിന്നെ അതിൽ തന്നെ ഒരു ചെറിയ പോക്കറ്റ് ഉണ്ട്. അതിലെൻ്റെ ഒരു ഫോട്ടോ ആണ്. ഈ അടുത്തെന്തോ ആവശ്യത്തിന് വേണ്ടി എടുത്ത ഫോട്ടോ. പിന്നെ എൻ്റെ സിസ്റ്റർ വാങ്ങിച്ചൊരു മോതിരമുണ്ട്, രാമയുടെ. അത് അത്രയൊക്കെ ഉള്ളു ആ കളിയിൽ. അപ്പോൾ ഈ വലിയ കളി കഴിഞ്ഞു. ഇതിലകത്ത് സാധനങ്ങൾ തിരിച്ചാൽ അവിടെ തന്നെ കുത്തിക്കേട്ടാം. പിന്നെ നെക്സ്റ്റ് കളിയിലോട്ട് കിടക്കും. നെക്സ്റ്റ് ഈ രണ്ടാമത്തെ കളി. അതിലിപ്പോൾ അതിലും ഇതേമാതിരി കുറച്ച് പേപ്പർ ഉണ്ടാവും. പേപ്പറുകൾ എൻ്റെ ഇതിൽ നല്ല രീതിക്ക് ഉണ്ടാവും. ആ പേപ്പർ, പിന്നെ ഒരു പേപ്പർ, പിന്നെ എൻ്റെ ചാർജറുണ്ട്, ഫോണിൻ്റെ ചാർജർ, ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്. അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നതാണ്, പക്ഷെ അവിടെ കൊണ്ട് വലിച്ചു തരുന്ന സ്വഭാവമുണ്ട്. ഒരു ചാർജർ, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്. പിന്നെ ലേഡീസിൻ്റെ എല്ലാവരുടെ കയ്യിലുണ്ടാവുന്ന സാധനം മേക്കപ്പ് ബോക്സ് അല്ല, പൗച്ച്. ഇതിൽ സൺസ്ക്രീൻ ഉണ്ട്. സൺസ്ക്രീൻ ഇല്ല, മസ്കാര, ഐലൈനർ,
നെയിൽ പോളിഷ്, ലിപ് ബാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ടാണ്. ലിപ് ലൈനറും അതൊക്കെ ഉണ്ട്. പിന്നെ ഒരു പേന, ചെറിയ ചെറിയ ക്ലിപ്പുകൾ. ആ പേന നിബ് പേനയാണ്. എനിക്ക് നിബ് പേന കൊണ്ട് എഴുതാൻ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു നിബ് പേന, പിന്നെയും കുറേ പേപ്പറുകളാണ്, വേസ്റ്റ് പേപ്പറുകൾ. അപ്പം ഈ കളിയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളു. ഇത്രയൊക്കെ തന്നെ സ്റ്റിച്ചൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ വെക്കണം. അപ്പം ഈ കളി കഴിഞ്ഞു. അപ്പം ഇനി ലാസ്റ്റ് ഈ കളിയും കൂടി അല്ലേ. അതിലാണ് സാധാരണ കൂടുതലെല്ലാം. കാരണം ഞാൻ കിട്ടിയതൊക്കെ വലിച്ചായിരുന്നു അതിൻ്റെ അകത്താണ്. അങ്ങനെ അതിലാദ്യം തന്നെ 3 മിഠായി കവർ. കാരണം എനിക്ക് മിഠായി കവറൊക്കെ കൂടുതലും ഡയറി മിൽക്കിൻ്റെ ഒക്കെ ശേഖരിച്ച് വെക്കുന്ന സ്വഭാവമുണ്ട്. അത് ചുരുക്കം ചില പെൺകുട്ടികളൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് മിഠായി കവർ 3 എണ്ണം. പിന്നെ ഒരു ചീർപ്പ്, പിന്നെ ഒരു വാച്ച്, പിന്നെ ഒരു സൺസ്ക്രീൻ. ഞാൻ മുമ്പും ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് തന്നെയാണ് ആ സൺസ്ക്രീൻ. പിന്നെ ഒരു ക്ലിപ്പ് ചെറുത്. പിന്നെ അവിടുത്തെ ഒരു വിസിറ്റിംഗ് കാർഡ്. എൻ്റെ ബ്യൂട്ടി പാർലറിലാണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് മാലയും വളയൊക്കെ ഒരു കെട്ടായിട്ട് അതൊരു ഇതിലായിരുന്നു. അത് പുറത്ത് ചാടി കുരുങ്ങി കിടക്കുന്നത് ആ ഒരു കെട്ട്. നേരത്തെ കണ്ട ബോക്സിൻ്റെ പൗച്ചിന്ന് ചാടിപ്പോയൊരു കൺമഷിയുടേത്. അടുത്ത വാച്ച്. വാച്ചുകൾ കുറേ ഇഷ്ടമുള്ള വ്യക്തിയാണ്. പിന്നെ ചെറിയൊരു മെഴുകുതിരിയുടെ അത് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി എടുത്ത് വയ്ക്കേണ്ടതാണ്. പിന്നെ ഒരു കത്രിക. അതെല്ലാം ബാഗിലുള്ള സാധനങ്ങളാണ്. ശരിക്കും ഞാൻ കിട്ടിയിട്ടൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിൽ ഇട്ട് വയ്ക്കും. പിന്നെ ആ സംഭവത്തിൻ്റെ കാര്യം മറന്നു. അടുത്ത ക്ലിപ്പ് ബനാന ക്ലിപ്പ്. ബനാന ക്ലിപ്പ് എന്ന് പറയാൻ തോന്നുന്നു. ആവശ്യമില്ലാത്ത കുറച്ച് പേപ്പർ കഷ്ണങ്ങൾ. പിന്നെ മുഖക്കുരു വന്നപ്പോൾ രക്തചന്ദനത്തിൻ്റെ ചെറിയൊരു കഷ്ണം മുഖത്തരച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് അത്. പിന്നെ അടുത്ത കുറച്ച് പിന്നെ കമ്മലുകളാണ്. കുറേ ഉണ്ട്. നോക്കട്ടെ, ഇത്രയും കൂടെ കമ്മലുകളുണ്ട്. ഒക്കെ ഇങ്ങനെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് വയ്ക്കുന്നതാണ്. അത് മൊത്തം കമ്മലുകളാണ്. പിന്നെ മൊത്തം കമ്മലും ചെറിയ ചെറിയ ക്ലിപ്പുകളാണ് ഇതൊക്കെ. ഇത്രയും കമ്മലുണ്ട്. അല്ല, അതിനൊക്കെ കൂടുതലുണ്ട്. കുറച്ചൊക്കെ ആ പൗച്ചിൻ്റെ അകത്താണ്. അപ്പം അങ്ങനെ കുറച്ച് കമ്മലുകൾ. ഇതൊക്കെയാണ് എൻ്റെ ബാഗിൻ്റെ അകത്തുള്ള സാധനങ്ങൾ. കുറേ കത്രിക വരെയുണ്ട്. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി എടുത്തിട്ട് പിന്നെ അവിടുന്ന് ബാഗിൽ നിന്ന് എടുക്കാൻ മറന്നുപോയ എന്തൊക്കെയാണ് ആ കത്രികയായാലും മിഠായികളായാലും ഒക്കെ അങ്ങനെ ചെയ്ത് വെക്കുന്നത്. കൂടുതലും എൻ്റെ ബാഗിലുണ്ടാവുന്നത് കമ്മലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇനി ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാൻ. ബൈ.